മുംബൈയിൽ വീരാറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ വജ്രേശ്വരി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന വജ്രേശ്വരി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ശ്രീ വജ്രേശ്വരി യോഗിനി ദേവി മന്ദിർ. പ്രധാന കവാടത്തിൽ ഒരു നാഗർഖാന അഥവാ ഡ്രം ഹൗസ് ഉണ്ട്. ഇത് ബസിൽ കോട്ടയുടെ പ്രവേശന കവാടത്തിന് സമാനമായി നിർമ്മിച്ചിരിക്കുന്നു. ക്ഷേത്രം ഒരു കോട്ട പോലുള്ള ഒരു കൽഭിത്തിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. പ്രധാന ശ്രീകോവിലെത്താൻ 52 കൽപ്പടവുകൾ കയറണം. ഒരു പടിയിൽ ഒരു സ്വർണ്ണ ആമയെ കൊത്തിവെച്ചിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ ആമ അവതാരമായ കൂർമ്മനായി ആരാധിക്കുന്നു. പ്രധാന ശ്രീകോവിലിന് 3 ദേവികളാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്: രേണുകാദേവി, വജ്രേശ്വരി ദേവി, കാളികാദേവി. പ്രധാന ശ്രീകോവിലിന് 3 ഭാഗങ്ങളാണുള്ളത്. പ്രധാന ഉൾഭാഗം മറ്റൊരു ശ്രീകോവിൽ, തൂണുകളുള്ള ഒരു മണ്ഡപം, ഗ്രാഭഗൃഹത്തിന് 6 വിഗ്രഹങ്ങളുണ്ട്. വലത് ഇടത് കൈകളിൽ യഥാക്രമം വാളും ഗദയും ധരിച്ചിരിക്കുന്ന വജ്രേശ്വരി ദേവിയുടെ കാവിമൂർത്തി കൂടാതെ ഒരു ത്രിശൂലം എന്നിവ മധ്യത്തിൽ നിലകൊള്ളുന്നു. കൈകളിൽ വാളും താമരയും ധരിച്ചിരിക്കുന്ന രേണുക, വാണികയിലെ സപ്തശൃംഗി മഹാലക്ഷ്മി, വജ്രേശ്വരിയുടെ വാഹനം അല്ലെങ്കിൽ പർവ്വതം എന്നിവയുള്ള കടുവ എന്നിവയുടെ മൂർത്തികൾ. വജ്രേശ്വരി ദേവിയുടെ ഇടതുവശത്താണ് വലതുവശത്ത് താമരയും കമണ്ഡലവും ഉള്ള കാളികയുടെ മൂർത്തികളും പരശു ധരിച്ച പരശുരാമനുമുണ്ട്. ദേവതകളെ വെള്ളി ആഭരണങ്ങളും കിരീടങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വെള്ളി താമരകളിൽ നിൽക്കുന്നു. വെള്ളി കുടങ്ങൾ അവയെ സംരക്ഷിക്കുന്നു. ഗർഭഗൃഹത്തിന് പുറത്തുള്ള ശ്രീകോവിലിൽ ഗണേശൻ, ഭൈരവൻ, ഹനുമാൻ, മൊറാബാദേവി പോലുള്ള പ്രാദേശിക ദേവതകളുടെ വിഗ്രഹങ്ങളുണ്ട്. ദേവിയുടെ വാഹനമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മാർബിൾ സിംഹവുമുണ്ട്. അസംബ്ലി ഹാളിന് പുറത്ത് ഒരു യജ്ഞകുണ്ഡം ഉണ്ട്. ക്ഷേത്ര പരിസരത്തുള്ള ചെറിയ ആരാധനാലയങ്ങൾ കപിലേശ്വർ, മഹാദേവ, ശിവൻ, ദത്ത, ഹനുമാൻ, ഗിരി, ഗോസവി വിഭാഗത്തിലെ സന്യാസിമാർ എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്നു. ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു ആൽമരം ഗണപതിയുടെ രൂപം സ്വീകരിച്ച് ദേവതയായി ആരാധിക്കപ്പെടുന്നു. വിഷ്ണുവിൻ്റെ അവതാരമായ രാമനും പരശുരാമനും സന്ദർശിച്ച സ്ഥലമായി പുരാണങ്ങൾ വദ്വലി പ്രദേശത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. പരശുരാമൻ വദ്വാലിയിൽ ഒരു യജ്ഞം നടത്തിയതായും ആ പ്രദേശത്തെ അഗ്നിപർവ്വതചാരത്തിൻ്റെ കുന്നുകൾ അതിൻ്റെ അവശിഷ്ടമാണെന്നും ഐതിഹ്യം പറയുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ദേവതയായ വജ്രേശ്വരി വജ്രബായി എന്നും വജ്രയോഗിനി എന്നും അറിയപ്പെടുന്ന വജ്രേശ്വരി എന്നും അറിയപ്പെടുന്നു. ഭൂമിയിലെ പാർവതി ദേവിയുടെയോ ആദിമായയുടെയോ അവതാരമായി കണക്കാക്കപ്പെടുന്നു. വജ്രേശ്വരി പേരിൻ്റെ അർത്ഥം വജ്രത്തിൻ്റെ സ്ത്രീ, ഇടിമിന്നൽ എന്നാണ്. ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ച് 2 ഐതിഹ്യങ്ങളുണ്ട്. രണ്ടും വജ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കലികാലൻ അഥവാ കാളികൂട് എന്ന രാക്ഷസൻ വദ്വലി പ്രദേശത്തെ ഋഷിമാരെയും മനുഷ്യരെയും ശല്യപ്പെടുത്തുകയും ദേവന്മാർക്കെതിരെ യുദ്ധം നടത്തുകയും ചെയ്തു. ദുഃഖിതനായ വസിഷ്ഠൻ്റെ നേതൃത്വത്തിലുള്ള ദേവന്മാരും മുനിമാരും ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ത്രിചണ്ഡി യാഗം നടത്തി. ദേവിയുടെ പ്രീതിക്കായി ദേവിയുടെ രാജാവായ ഇന്ദ്രന് ഒരു ആഹൂതി ലഭിച്ചില്ല. കോപാകുലനായ ഇന്ദ്രൻ തൻ്റെ വജ്രം ഹിന്ദു പുരാണത്തിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്നായ യജ്ഞത്തിലേക്ക് എറിഞ്ഞു. ഭയചകിതനായ ദേവന്മാരും മുനിമാരും തങ്ങളെ രക്ഷിക്കാൻ ദേവിയോട് പ്രാർത്ഥിച്ചു. ദേവി തൻ്റെ എല്ലാ മഹത്വത്തിലും ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയും വജ്രത്തെ വിഴുങ്ങുകയും ഇന്ദ്രനെ താഴ്ത്തുകയും മാത്രമല്ല അസുരന്മാരെ കൊല്ലുകയും ചെയ്തു. ദേവി വദ്വലി പ്രദേശത്ത് തന്നെ താമസിച്ച് വജ്രേശ്വരി എന്നറിയപ്പെടണമെന്ന് രാമൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ ഈ പ്രദേശത്താണ് വജ്രേശ്വരി ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. തൻസ നദിയുടെ തീരത്തുള്ള വജ്രേശ്വരി പട്ടണം ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ ഭീവണ്ടി നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമ റെയിൽവേ ലൈനിലെ വീരാർ എന്ന ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണിത്. അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്ന് രൂപപ്പെട്ടതും എല്ലാ വശങ്ങളിലും
കുന്നുകളാൽ ചുറ്റപ്പെട്ടതുമായ മന്ദഗിരി കുന്നിൻ മുകളിലാണ് വജ്രശ്രീ പട്ടണത്തിൻ്റെ പോസ്റ്റ് ഓഫീസിന് സമീപം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 21 ചൂടുവെള്ള ഉറവുകളുണ്ട്, അതായത് കുണ്ടം. ഈ കുണ്ടങ്ങളിൽ കുളിക്കുന്നത് രോഗപ്രതിരോധ ശേഷിക്കും പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും ഉത്തമമാണ് എന്ന് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു. ഞങ്ങൾ മുംബൈയിലെ കല്യാണിൽ നിന്ന് 20 പേർ അടങ്ങുന്ന സംഘം വജ്രശ്രീ പുണ്യക്ഷേത്രം ദർശിക്കാൻ പോയത്. വളരെ ഭക്തിസാന്ദ്രമായിരുന്ന ഒരു യാത്രയായിരുന്നു അത്.